നമസ്കാരം. നാട്ടുവീഥിയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രവിയേട്ടനാണ്. അപ്പോൾ നമ്മളൊരു സിനിമ ഒരു ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ 1974 ആദ്യത്തെ സിനിമ അഭിനയിച്ചിട്ട് അങ്ങനെ ഒരു സിനിമാ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 50 വർഷം പിന്നിട്ടു. 200-ലേറെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പല പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ. 300. ഓക്കെ, അപ്പൊ 300-ലധികം ചിത്രങ്ങൾ ഈ ഒരു 50 വർഷം കൊണ്ട് ചെയ്തു തീർത്തു. അതില് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു തീർത്തു. അപ്പൊ സിനിമയിൽ വരുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയാം. അപ്പൊ ഈ ഒരു 50 വർഷങ്ങൾക്ക് ഇപ്പുറം നിന്ന് നോക്കുമ്പോ എന്താ തോന്നണേ? ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്തത് ഒരു ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ടാണ്. അതിനു മുൻപ് നാടകങ്ങളിൽ തുടങ്ങിയതാണ്. മൂവി ക്യാമറ ഫേസ് ചെയ്യുന്ന ഒരു ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ടാണ്. അത് CMI ഫാദേഴ്സില്ലേ, നമ്മുടെ പാട്ടറേക്കളെ, അവര് ഒരു ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞിട്ട് മൂവി, ഒരു ഷോർട്ട് മൂവി എടുത്തു. നല്ല കമ്പനിക്കാരൻ. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ചെയ്ത് KR മോഹനാണ്. അതിൽ ക്യാമറ വർക്ക് ചെയ്തത് മധു അമ്പാട്ടാണ്. പിന്നീട് എല്ലാവരും കൂടി സിനിമയിലേക്ക് വരിക ചെയ്തത്. അപ്പം എൻ്റെ ആദ്യത്തെ മൂവി ക്യാമറ ഞാൻ ഫേസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്, സിനിമയല്ലാന്ന് പറഞ്ഞു. പിന്നെ സിനിമയെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ, സൊസൈറ്റിയെ സംബന്ധിച്ചും ഒരുപാട് മാറ്റം വന്നുള്ള തലമുറ കണ്ടത് ഞങ്ങളാണ്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഈ സൊസൈറ്റി തന്നെ. എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നൊരു സൊസൈറ്റിയുടെ ഒരു രീതിയല്ല ഇപ്പോൾ. ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് മാറിയിട്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ അവസാനം മറ്റേ ഈ AI-ലേക്കൊന്നും നിൽക്കുകയല്ലേ, മനുഷ്യൻ തന്നെ വേണമെന്നില്ല എന്ന രീതിയായിട്ടുണ്ടല്ലോ അപ്പം. അപ്പോൾ അത്രയും വലിയൊരു ചേഞ്ച് സമൂഹത്തിൻ്റെ നിന്നുള്ള വലിയൊരു ചേഞ്ച്, ഒരുപക്ഷെ ഇത്രയും വലിയ ചേഞ്ച് കണ്ടിട്ടുള്ള തലമുറയിൽ ജനിച്ച ആളാണ് ഞാൻ. സിനിമയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ഞാൻ അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞത് ഉത്തരായനാണ്. അത് ഞാൻ, സുകുമാരൻ, മല്ലിക, കിഴക്കേ പോകുന്നതിൽ വിജയൻ ഒക്കെ ഞങ്ങൾ തുടങ്ങുന്ന അവിടുന്ന്. ശരിക്കും അവിടുന്ന് പിന്നെ എനിക്ക് സിനിമയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഉത്തരായൻ എന്ന് പറഞ്ഞ സിനിമ അറിയാലോ, G. അരവിന്ദൻ ഡയറക്റ്റ് ചെയ്തതാണ്. ആ ഉത്തരായൻ എന്നുള്ള സിനിമയിൽ ഞാൻ വരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് തിക്കൊടിയേട്ടനാണ്. അപ്പം ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇടയ്ക്ക് നാടകം ചെയ്യാൻ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ നാടകത്തിന് പോകുമ്പോൾ ആ നാടകം പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് തിക്കൊടിയേട്ടനാണ്. അപ്പോൾ ആ പരിചയം വെച്ചിട്ടാണ് ഉത്തരായൻ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ അതിലെ ഡയറക്ടർ G. അരവിന്ദനും സ്ക്രിപ്റ്റിംഗ് വരുവാണ്, മങ്കട രവിവർമ്മയാണ് ക്യാമറ. അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ വന്നുപെടുന്നത്. സിനിമ മോഹൻ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ്. കാരണം എൻ്റെ റീച്ചിലില്ലാത്ത സിനിമയാണ് ഈ സിനിമ. റീച്ചിലില്ല, എൻ്റെ റീച്ചിലില്ലാത്തൊരു സ്ഥാനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ ബുദ്ധിമുട്ടാണ്. സിനിമ ഇഷ്ടംപോലെ കാണാറുണ്ട്, ഒരു സിനിമ കാണുമ്പോഴും ഞാനതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ സത്യമായിട്ട് ഒരുപാട് ആരാധിച്ച ഒരാളാണ്. അഭിനയിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ള മോഹമല്ലാതെ സിനിമയിൽ ചെന്ന് പെടാനുള്ളൊരു ചാൻസ് ഇല്ല എന്നുള്ളത് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളതില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉത്തരായനത്തിൽ ചാൻസ് കിട്ടിയത്. ഉത്തരായനം വന്നപ്പോൾ എൻ്റെ വിചാരം എന്താ വെച്ചാൽ, എന്നെ കണ്ടാൽ ഈ നസീർ സാറിൻ്റെ പുറകെയൊക്കെ ആൾക്കാർ കയറി പോകുമല്ലോ, അതേ സാറ് പോകണമെന്നും പറഞ്ഞിട്ട്. അതുപോലെയൊക്കെ എൻ്റെ പുറകെ ആൾ കൂടുന്നുള്ളൊരു മോഹമായിരുന്നല്ലോ അന്ന് ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ ചെയ്തൊരു ചെറിയ ക്യാരക്ടറാണ്, പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. പക്ഷേ ഒരു അന്നത്തെ കാലത്ത് പറയുന്നത് ഒരു അവാർഡ് മൂവി എന്നാണ് പറയാൻ, ഓബ്ബിറ്റ്. അന്ന് കാണാൻ ആൾക്കാർ കുറവാണ്. ഇന്നിപ്പം കുറച്ച് ആ ടൈപ്പ് മൂവിക്കും ഒരുപാട് പ്രേക്ഷകരുണ്ട്. അന്ന് കാണാൻ ആൾക്കാർ കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അഭിനയിച്ചു എന്ന് ആരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ, നാട്ടിൻപുറത്തുള്ള ചില നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സുപ്രസിദ്ധ സിനിമ നടന്ന് ബ്രാക്കറ്റിലായിട്ട് TG രവി നേടുന്നൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട്, ഉദ്ഘാടനം. കാരണം അവർക്ക് ആരും കിട്ടാനില്ല അപ്പോഴേ. നാട്ടിൻപുറത്തൊക്കെ TG രവി ബ്രാക്കറ്റിൽ സുപ്രസിദ്ധ സിനിമ നടന്ന് എഴുതി വെക്കും. സുപ്രസിദ്ധനാണെങ്കിൽ പിന്നെ അത് വേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അപ്പോൾ അവിടുന്നാണ് എൻ്റെ തുടക്കം. അപ്പോൾ പിന്നെ സിനിമ ഇല്ലാതെ ഇപ്പം എന്താ വെച്ചാൽ, സിനിമ എനിക്ക് പറ്റുന്നൊരു തോന്നൽ, എനിക്ക് ഒരു ധൈര്യം കിട്ടിയതിനകത്ത്. അപ്പം ഞാൻ സിനിമ എടുക്കാൻ തീരുമാനിച്ചു. അതാണ് പാദസരം എന്ന് പറഞ്ഞ സിനിമ.
പാദസരം അന്നത്തെ സിനിമയിൽ നിന്ന് ഒരു കമേഴ്ഷ്യൽ സ്റ്റൈലിലെ സിനിമയായിരുന്നില്ല, കുറച്ചൊരു ഓഫ്ബീറ്റാണ്. നാടകത്തിൽ നിന്നൊക്കെ വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടി ശ്രമിച്ച സിനിമയാണ്. പക്ഷെ അത് അത്ര അങ്ങോട്ട് ക്ലിക്ക് ചെയ്തില്ല. ഞാനിപ്പോഴും പറയാം സിനിമ നല്ല സിനിമയാണ്. പക്ഷേ പാട്ടുകൾ ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയാം. ഉഷസേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു പാട്ടുണ്ടായിരുന്നു, AP ഗോപാലൻ എഴുതിയ പാട്ട്. പക്ഷേ അത്രയും വിജയിച്ചില്ല. കാരണം അതിൻ്റെ ഏകദേശം അതുപോലത്തെ നല്ലൊരു സിനിമയായിട്ട് വന്നിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബന്ധനം എന്ന് പറഞ്ഞ MTയുടെ പടം, അതിൻ്റെ ഒപ്പോസിഷൻ അത് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ കണ്ടവരൊക്കെ MTയുടെ പടത്തിന് പോയി. ഇത് പൊട്ടിപ്പോയി പടം. പക്ഷെ പടം നല്ല പടം എന്ന് ഞാൻ ഇപ്പോഴും പറയാം. പിന്നെ ഞാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിനെ വിട്ടുപോരാതൊരു വാശി എനിക്ക് പണ്ട് മുതലുണ്ട്. അപ്പം പിന്നെ രണ്ടാമത് ഒരെണ്ണം എടുക്കാൻ തീരുമാനിച്ചു. അതാണ് ചുവന്ന ചോര. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പം കയ്യിൽ നിന്ന് കാശ് കുറേ പോയിട്ടുണ്ട്. അപ്പം അതിന് വഴി എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിട്ട് ചാകര എന്ന് പറഞ്ഞ സിനിമ PG വിശ്വംഭരൻ ഡയറക്ട് ചെയ്ത് ജയൻ മെയിൻ ക്യാരക്ടർ ചെയ്ത്. ജയൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറുടെ ഒരു സൂപ്പർ സ്റ്റാർഡം കൊടുത്തൊരു സിനിമയും കൂടെയൊക്കെയാണ് അല്ലേ ഈ ഒരു? അതിന് മുമ്പ് തന്നെ ജയൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട്. ജയനുണ്ട്, സീമ, പപ്പുവേട്ടൻ, സുകുമാരൻ, അങ്ങനെ ഒരു എന്താ പറയുക ഒരുപാട് സ്റ്റാർസുള്ള മൂവിയാണ്. അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആൾക്കാരായപ്പോഴേ എനിക്ക് അഭിനയിക്കാൻ ക്യാരക്ടറില്ല. എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ആയിട്ടില്ലേ. പക്ഷെ വിശ്വംഭരൻ എന്ന് പറഞ്ഞൊരു ഹിറ്റ് ഡയറക്ടറാണ് അങ്ങനെ. അപ്പം അങ്ങനെ പറയുന്നതല്ലാതെ എനിക്ക് വേറെ ഒന്നൊരു കമൻറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല. അപ്പം അവസാനം എന്താ വെച്ചാൽ അതിൻ്റെ വില്ലൻ ക്യാരക്ടർ ഞാൻ ചെയ്തു. ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതാണ് അലവലാതി ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതാണ് ആ സിനിമയിൽ എനിക്ക് കിട്ടിയ പേര് അലവലാതി ഷാജിയാണ്. അപ്പം അതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന പേര് പ്രൊഫസർ രവി എന്നായിരുന്നു. കാരണം അത് നാടകത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ പേര് പോയിട്ടാണ് ഈ അലവലാതി ആയത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ക്യാരക്ടർ ഇപ്പോഴാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന ആ ഒരു പേര്, ആ ഒരു ഡയലോഗൊക്കെ ഫേമസ് ആണല്ലോ. പക്ഷെ ആ ഒരു സീൻ എടുത്ത് കാണുന്ന സമയത്ത് അത് ഇപ്പോഴുള്ള രവിയേട്ടൻ്റെ ഒരു ലുക്ക് നമുക്കറിയാം, കുറച്ചു കാലം മുമ്പുള്ള വില്ലൻ ലുക്കും അറിയാം. പക്ഷെ ആ ഒരു സീനിലുള്ള ലുക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആവും. എനിക്കത് കണ്ടിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത്രയും വ്യത്യാസം, അത്രയും മാറ്റമുള്ളൊരു ലുക്കായിട്ട് തോന്നുന്നുണ്ട്. സുന്ദരനായിരുന്നു. ശരിക്കും വേണമെങ്കിൽ മറ്റേ നായകനൊക്കെ ആവാൻ പറ്റിയ ആളൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും സുന്ദരനാണ്. അതുകൊണ്ടാണല്ലോ നായകനൊക്കെ ആയിട്ട് അടുത്ത സിനിമ വരാൻ പോവാണല്ലോ. സൗന്ദര്യം ഉള്ളത് കൊണ്ട് കൂടെയാണല്ലോ. സൗന്ദര്യം പിന്നെ പല സൗന്ദര്യം സിനിമയ്ക്ക് ആവശ്യമില്ല എന്നുള്ളത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതാണ് ഒരു മാറ്റം. അതാണ് അതായത് മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്ന അതായത് നായകനായിട്ട് വരുന്ന ആൾക്കാർ അവർക്ക് ഒരു ശരീരത്തിൻ്റെ പ്രകൃതി ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു ധാരണ പണ്ട് കാലത്ത് ഞാൻ ചെല്ലുന്ന സമയത്ത് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അന്നാണ് ഞാനും ജോസും കൂടി അഭിനയിച്ചത്. പാദസരം അങ്ങനെയാണ്. അത് പോയിട്ട് എനിക്ക് തോന്നുന്ന ബക്കറിൻ്റെ സിനിമ മുതലാണ് അത് പൊട്ടിച്ചെന്ന് തോന്നിയിരിക്കുന്നത്. അതിൽ ആ സിനിമ അത് മുതൽ ബക്കറൊക്കെ എടുത്ത സിനിമകളിലൊന്നും അത്തരത്തിലുള്ള ആക്ടേഴ്സ് വേണമെന്ന് നിർബന്ധമൊന്നും ബക്കറുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഒരു ലൈൻ മാറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാൾ ബക്കറാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയൊരു പക്ഷേ ബക്കർ അവസാനിപ്പിക്കാൻ പറ്റാതെ പോയൊരു സിനിമയുണ്ട്, നിങ്ങൾ കേട്ടണോ എനിക്കറിയില്ല. അത് കൃഷ്ണപിള്ളയെ കുറിച്ച സിനിമയാണ്. കൃഷ്ണപിള്ളയായിട്ട് അഭിനയിച്ചത് പ്രേംകുമാറാണ്. അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയ സിനിമയാണ്. പിന്നെ ബക്കർ മരിച്ചു വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിനിമയാണ് അത്. ഈ പ്രേംകുമാർ എപ്പോഴും പറയും ആ സിനിമ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ തലവര മാറിപ്പോയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ചേഞ്ച് പിന്നീട് വന്നു. സിനിമയിൽ മറ്റേ സൗന്ദര്യമൊന്നുമല്ല പ്രശ്നം, കാണാനുള്ള ആകാരമൊന്നുമല്ല പ്രശ്നം നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അതൊരു മാറ്റമാണ് അതിനകത്ത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോൾ ഫിലിമിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം ഉണ്ടല്ലോ അതിനകത്ത്. വലിയൊരു ബ്രേക്ക്, നല്ല ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അത് ഞാനെടുത്ത ബ്രേക്കാണ്. ഞാൻ എന്നെ പുറത്താക്കിയതല്ല, ഞാൻ ബ്രേക്ക് എടുത്തതാണ്. അത് എൻ്റെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട. അപ്പം അങ്ങനെയുള്ള കാലങ്ങളിൽ കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ട്. 2 വശം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട്.
എന്നിട്ടും തിരിച്ചു വരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴുള്ള പറഞ്ഞ പടിയടച്ച് പിണ്ണം വെച്ച് വിട്ടതല്ല ഇതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇപ്പോഴത്തെ സിനിമകളിലും നമുക്ക് പറ്റുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു വലിയൊരു കാലയളവിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയുമോ? അത് പറയാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ. ആദ്യത്തെ കാര്യം പറയണമെങ്കിൽ ഒരു കാലത്തുണ്ടായിരുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ മിക്കവാറും പലരും ആർട്ടിസ്റ്റുകളായിരുന്ന ആൾക്കാരാണ്. അതായത് നാടകമായിട്ടൊക്കെ ഇങ്ങനെ വന്ന് അഭിനയത്തിനോടും സിനിമയോടുള്ള ഒരു സ്നേഹത്തോടും കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ആദ്യത്തെ കുറേ സിനിമകളുടെ പ്രൊഡ്യൂസർമാർ അങ്ങനെയാണ്. ആ ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീടാണെന്ന് വെച്ചാൽ അന്നത്തെ സിനിമകളിൽ മുഴുവൻ ഉണ്ടാകുന്ന ഈ നല്ല നോവലുകൾ എടുക്കുക. അപ്പോൾ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള ആ ക്യാരക്ടർ ആവാൻ വേണ്ടണം, ഒക്കെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, മനസ്സിലായോ? അത് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ചെന്ന് പെടുന്നു. അപ്പം ഞാൻ വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ അലവലാതി ഷാജിയായി. അത് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ പിന്നെ എനിക്ക് മുഴുവൻ ഈ ബലാത്സംഗവും ഇതുപോലത്തെ ഈ കൊലതായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിന് മുഴുവൻ എന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചങ്ങനെ, മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പം എനിക്ക് പറ്റിയ വിധത്തിലുള്ള ചില ക്യാരക്ടേഴ്സ് വരിക. മറ്റൊരു നടനായിട്ട് മറ്റേ മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്ന നടന് അയാൾ ഒരു ക്യാരക്ടർ വിജയിച്ചുവെങ്കിൽ അയാൾക്ക് പറ്റിയ ടൈപ്പ് ക്യാരക്ടർ. ജയൻ വന്നപ്പോൾ ഒരു ഫൈറ്റിംഗ് ഒക്കെയുള്ള ഒരു ഹീറോ, ആ ടൈപ്പ് ഹീറോ, അത് മുഴുവൻ ജയനാക്കി. അപ്പം അത്തരത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് അങ്ങനത്തെ ആ സിനിമകളായിരിക്കും പിന്നെ വരുന്ന മുഴുവൻ. അത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം. മറ്റേത് ഞാൻ ചെല്ലുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. പക്ഷെ എന്നാലും മേക്കപ്പ് വേണമായിരുന്നു. കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. നമ്മൾ കുറച്ച് പിന്നെ പ്രത്യേകിച്ചും ചില ക്യാമറാമാൻമാർ സ്ത്രീകളൊക്കെ അത്യാവശ്യം കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് കളറൊക്കെ അടിച്ച് ചെന്ന് കഴിഞ്ഞാൽ പറയും ഒക്കെ തുടച്ചുകളിട്ട് വന്നു. അപ്പം അങ്ങനെ ആ മേക്കപ്പിൽ എല്ലാവർക്കും ഇങ്ങനെ വേണമെന്നുള്ളൊരു ധാരണ വന്നത് ആ പതുക്കെ മാറുന്നുണ്ട്. കാരണം അത് ഫിലിമിൽ വന്നിട്ടുള്ള ചേഞ്ചാണ് ശരിക്കും. ലൈറ്റുകൾ കുറഞ്ഞു തുടങ്ങി. മറ്റേത് പൊള്ളുന്ന ലൈറ്റ് ഉച്ചയ്ക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിഫ്ലക്ടറൊക്കെ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ മുഖം പൊള്ളും, മുഖം മരിയാണ്. അപ്പം ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മുമ്പിലുള്ളവർ പറയും കട്ടി മേക്കപ്പ് ഇട്ടിട്ട് കളിച്ച ആൾക്കാരെ അവർ മുഴുവൻ വളരെ ഈ സ്പീഡ് കുറഞ്ഞ മറ്റേ ഫിലിമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ വല്ലാതെ മേക്കപ്പൊക്കെ അടിച്ച് കയറ്റിയിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ഞങ്ങൾക്ക് അത്ര വേണ്ടി വന്നിട്ടില്ല, ഇപ്പോൾ ഒട്ടും വേണ്ടാന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനൊരു രീതി ഉണ്ടായിട്ടുണ്ട് മേക്കപ്പിനെ സംബന്ധിച്ച്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നസീർ സാറ്, ജയൻ സാറ്, സത്യൻ സാറ്, അങ്ങനെയുള്ള അക്കാലത്തെ ലെജൻസ്, അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും യൂത്ത് ഐക്കൺസ് എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാലത്തെ ഈ ഒരു ജീവിതത്തിനിടയ്ക്ക് അഭിനയത്തിൽ മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ സംവിധാനം എടുക്കുകയാണെങ്കിലും പല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംവിധാനത്തിന്റെ ആ ഒരു രീതിയിലും മാറ്റം വന്നിട്ടുണ്ടോ? മൊത്തമായിട്ട് എല്ലാവരും മാറ്റം വന്നു, എല്ലാം മാറിയിട്ടുണ്ട്. അഭിനയത്തിൻ്റെ രീതിയിൽ മാറ്റം വന്നു പറഞ്ഞാൽ പഴയ കാലത്തുള്ള അഭിനയത്തിൻ്റെ അകത്ത് എങ്ങനെയാലും കുറച്ച് നാടകത്തിൻ്റെ ഒരു പിടുത്തുണ്ടായിരുന്നല്ലോ. ഞാൻ അഭിനയിച്ചാൽ ഞാൻ അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നാറുണ്ട്. അല്ല, അതിൽ നാടകത്തിൻ്റെ ഒരു അംശം അതിനകത്തുണ്ട്. അത് ഏത് നടനെടുത്ത് നോക്കിയാലും കാണാം. പക്ഷെ അതിൻ്റെ അകത്ത് തീരെ നാടകം ഏറ്റവും കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായിട്ട് ബോഡി ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള അന്നത്തെ നടന്മാരിൽ സത്യം മാഷ് കാണിച്ചിരിക്കുന്നത്. അത് ഓടയിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓടയിൽ നിന്ന് ഉള്ള സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ചെറിയ ചെറിയ ഭാഗം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കാണേണ്ട സിനിമയാണ് ഓടയിൽ നിന്ന്. അത് എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് പറയാവുന്ന ബോഡി മറ്റേ സത്യം മാഷ ക്യാരക്ടർ അതിൻ്റെ അകത്ത്. അതായത് റിക്ഷ വലിക്കാരനാണ്. പഴയകാലത്ത് ആളെ കയറ്റി റിക്ഷ വലിക്കില്ലേ, അതാണ് തുടക്കം. അപ്പോൾ അതിൽ കുതിര പോകും പോലെയാണ് പുള്ളി റിക്ഷയ്ക്ക് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ട് കെട്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ കയറി പിടിച്ചിട്ട് ഇങ്ങനെ പായണത് ഒക്കെ കറക്റ്റ് അത്ര ഗംഭീരമായിട്ടത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം വെച്ചാൽ ടി വി ക്ഷയം കിട്ടിയ ഒരു മനുഷ്യനായിട്ടാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ കൂടി ഫേസ് പോലും കാണില്ല, ബാക്ക് ഷോട്ടാണ്. ചുമച്ച് കുരച്ച് അപ്പോഴും ബീഡി വലിച്ച് പുക ഇങ്ങനെ പുറത്ത് പോകുന്ന പുലർച്ചെ നേരത്തെ ചായ കുടിക്കാൻ പോകുന്ന സാധനമുണ്ട്.
ആ മനുഷ്യൻ്റെ ഫേസ് കണ്ട ആവശ്യമില്ല. അയാളെ പോണ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ വീക്ക്നെസ് നമുക്ക് മനസ്സിലാവും. അപ്പം അത്രയും വലിയ ചേഞ്ച് വന്നു. അതിന് നല്ലൊരു ക്യാരക്ടറാണ് നമ്മുടെ കബീർ പൊന്നമ്മ. കബീർ പൊന്നമ്മ ഇദ്ദേഹത്തിൻ്റെ ഒരു വൈഫ് പോലെ ആയി വന്നിട്ടുള്ള സ്ഥിതിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നവരൊക്കെ വരുന്നതാണ്. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ളൊരു വലിയ ആ അഭിനയത്തിൻ്റെ അകത്ത് തന്നെ ആ കാലത്ത് തന്നെ അദ്ദേഹത്തിനെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നത്. അങ്ങനെ കുളിച്ച് വരുന്ന സമയത്ത് ഒരു ചീറ്റലുണ്ട്. അത് ഞാൻ അന്ന് ആലോചിക്കേണ്ടത് ഈ മനുഷ്യൻ ഇത് എങ്ങനെയാണ് നോട്ട് ചെയ്ത് വെച്ചതെന്നുള്ളതാണ് കേട്ടത്. വളരെ സാധാരണ അന്ന് ഈ കുളിച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഈ മൂക്കിൽ ഒന്ന് ചീറ്റലിൻ്റെ പരിപാടികളുണ്ട്. അത് അത്ര നീറ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്ന ആ കാലത്ത് അങ്ങനെ ഈ ചെറിയ ചെറിയ സംഗതികളും കൂടെ അങ്ങനെ നോക്കി ചെയ്തിട്ടില്ല. അദ്ദേഹം കുറച്ച് നാടകങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം അദ്ദേഹം അഭിനയിച്ച പല ക്യാരക്ടേഴ്സും നാടകം വേണ്ട ക്യാരക്ടേഴ്സും കൂടെയാണ്. അപ്പോൾ ആ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ അഭിനയിക്കേണ്ടെന്നാണ്. അപ്പം നാടകവും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പോഴത്തെ വ്യത്യാസം എന്താ വെച്ചാൽ നാടകത്തിൽ അഭിനയിക്കണം, സിനിമയുടെ അകത്ത് അഭിനയിക്കാൻ പാടില്ല. അതായത് ജസ്റ്റ് ബിഹേവ് എന്നാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മനസ്സിലായില്ലേ? അതായത് സാധാരണ പറയും പോലെ പറയാന്നുള്ളതാണ് ഇപ്പം ഏറ്റവും വലിയ പാഠം. നമ്മൾ മനസ്സിൻ്റെ അകത്ത് നമ്മൾ അഭിനയിക്കുക എന്നുള്ളത് കൊണ്ട് വരുമ്പോൾ നമുക്ക് സാധാരണ സംസാരിക്കുന്ന പോലെ ആവാൻ ബുദ്ധിമുട്ടാണ്. പല ആൾക്കാർക്കും കാരണം ബുദ്ധിമുട്ട് അതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ സിനിമയുടെ അകത്ത് നിന്ന് പുറത്ത് കൊണ്ടുവരേണ്ടത്. ആ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അഭിനയത്തിൽ വന്നുള്ള വലിയ ചേഞ്ച് അതാണ്. ജസ്റ്റ് ബിഹേവ് ചെയ്താൽ മതി. ഒരു പക്ഷേ ഈ ഇപ്പം ഞാൻ അഭിനയിച്ചൊരു സിനിമയുണ്ട് വടു. അതിൻ്റെ അകത്ത് കുറച്ച് നാടകീയമായിട്ടുള്ള ചെയ്യേണ്ട മുഹൂർത്തങ്ങളുണ്ട്. അത് അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് മുഴുവൻ നമ്മൾ വളരെ ബിഹേവ് ചെയ്യാൻ പറ്റും. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അരോചകമാണ് ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? വളരെ വ്യത്യാസമുണ്ട്. അഭിനയത്തിൽ വന്നുള്ള വലിയ ചേഞ്ച് അത് തന്നെയാണ് ശരിക്കും. പണ്ട് ഈ മിക്കവാറും ആൾക്കാർ മുഴുവൻ നാടകത്തിൽ വന്നിട്ടുള്ള ആൾക്കാരും നാടകമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിരുന്നില്ല. അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ രവിയേട്ടൻ അന്നത്തെ അഭിനയവും ഇപ്പോഴത്തെ അഭിനയം രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഏതാണ് കൂടുതൽ ഈസി, അല്ലെങ്കിൽ ഏതാ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? പണ്ടത്തെ നാടകം പോലുള്ള അഭിനയം? ആർട്ടിസ്റ്റിന് എല്ലാം കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിൾ ആവണം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവില്ല. കാരണം ഒരു ക്യാരക്ടർ ആർക്കും ചെയ്യാം. എല്ലാവർക്കും പറ്റിയ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അയാൾ അഭിനയിക്കണമെന്നൊന്നുമില്ല. അയാൾക്ക് പറ്റുന്നൊരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റൊരു ക്യാരക്ടർ വരുമ്പോൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് പറ്റില്ല. അവിടെയാണ് ആർട്ടിസ്റ്റിൻ്റെ ആവശ്യം വരിക. മനസ്സിലല്ലേ? അപ്പോൾ നാടകത്തിന് ഡിമാൻഡ് ചെയ്യുന്നത് നാടകത്തിൽ കൊടുക്കാൻ കഴിയണം, സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് സിനിമയിൽ കൊടുക്കാൻ കഴിയണം. ആ രണ്ട് ഡിഫറൻസും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ നാടകത്തിലും സിനിമയിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാടകത്തിൽ മാത്രമായിട്ട് പോകും. നാടകത്തിൽ നിന്ന് മാറ്റി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ സിനിമയിൽ നിൽക്കില്ല, പോകും. മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ട് സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ബിഹേവ് എന്നുള്ളതാണ്. അങ്ങനെ ബിഹേവ് ചെയ്താൽ മതി. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ പോവും. അമ്മ ഈ കഥകളും മാറിയില്ലേ? മറ്റേത് ഏറ്റവും നല്ല നോവലുകളൊക്കെ എടുത്തിട്ട് അതിന് സിനിമയാക്കുക. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചും അത് സിനിമ മാറിയത് സിനിമയുടെ കുറവോ അല്ലെങ്കിൽ കൂടുതലൊന്നും ഞാൻ പറയില്ല. അതിൻ്റെ ഒരു കാരണം സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയിൽ വരുന്ന മാറ്റമാണ് സിനിമയിലും വരിക പതുക്കെ. അതായത് സൊസൈറ്റിയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. മറ്റിഷ്ടം പോലെ സമയങ്ങളുണ്ട്. അപ്പോൾ കാലത്തേ തുടങ്ങുകയാണ് വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും വർക്ക് ഹോളിക്കാണ്. വർക്ക് വിട്ടില്ല കാലത്ത് തന്നെ. ഇപ്പം നേരം വിളിച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും വർക്കിൻ്റെ പിന്നാലെയാണ്. കാരണം അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടറ്റം മുട്ടാത്തൊരു കണ്ടീഷൻ ഉണ്ട് ഇപ്പോൾ ശരിക്കും. അപ്പോൾ എല്ലാവരും ആ വർക്കിൻ്റെ മുകളിൽ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും പണിയെടുക്കുന്നുണ്ടാവും, കുട്ടികൾ പണിയെടുക്കുന്നുണ്ടാവും, അല്ല കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ആകെ ബഹളമാണ് കാലത്ത്. വൈകുന്നേരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും കുക്കിങ് കഴിഞ്ഞ് മിണ്ടാതെ കിടന്നുറങ്ങുക എന്നുള്ള കണ്ടീഷൻ അതിനകത്ത് വരാം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ പുറത്ത് പോണ സമയത്താണ് ഔട്ടിങ്ങാണ്. ഒരു സിനിമ കാണാൻ പോകുക എന്നുള്ളതല്ല. മനസ്സിലായോ? ഔട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതായത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ കുട്ടികളെ കടമെടുത്താൽ പോലും ഫാമിലി എങ്ങനെയും കുട്ടികളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുക ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ കൂടെയുള്ള കുട്ടികൾ സിനിമ കണ്ട കാര്യം അവിടെ പോയി തിന്നാൻ കഴിച്ച കാര്യങ്ങളൊക്കെയാണ് പറയാം. അപ്പോൾ കുട്ടികൾ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് പോകുമ്പോൾ 4 ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് പഴയ മാതിരി അല്ലല്ലോ. ഇപ്പം എങ്ങനെയാലും ഒരു കാറുണ്ടാവും ആൾക്കാരെല്ലാം.
സ്കൂട്ടർ കാറിൻ്റെ കൂടെയുള്ളതായിരിക്കും മിക്കവാറും. മനസ്സിലായി? അപ്പം കുടുംബമായിട്ട് പോകുന്ന സമയത്ത് ഒരു കാർ എടുത്തിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ പെട്രോളിൻ്റെ കാശ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാടുണ്ടാവും അതിനകത്ത്. തിയേറ്ററിലത്തെ ഈ മറ്റേ വറുത്ത സാധനങ്ങളും പൊരിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് തിയേറ്ററിൽ വെച്ച് ഇരുന്ന് കഴിക്കുക. അതങ്ങനെ സുഖമുള്ളവർക്ക്. എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ കാശൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം തിരിച്ചു പോകുന്ന സമയത്ത് നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞാൽ 1 മാസത്തെ സിനിമ കണ്ട് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ആ സിനിമ എങ്ങനെയായിരിക്കണം എന്നറിയോ? അതായത് ഒരു കാലത്ത് സതയം എന്നൊരു പറഞ്ഞൊരു ഗംഭീര സിനിമ വന്നിരുന്നു. സതയം, മോഹൻലാൽ ഞാൻ ഒരു കൊച്ചു കുട്ടിയെ കൊല്ലണമൊക്കെ അതിൻ്റെ അകത്തുണ്ട്. കണ്ടിരുന്ന് സഹിക്കില്ല. ഗംഭീര സിനിമ. ഞാൻ അതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഉണ്ടായിരുന്ന വൈഫ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫിൻ്റെ സുഹൃത്തുക്കൾ കൂടെ പഠിച്ചിട്ടുള്ള ചില ഡോക്ടേഴ്സ് വന്നു. അപ്പോൾ എന്നെയും പരിചയമുണ്ടവർക്ക്. അപ്പോൾ തൻ്റെ സിനിമ കണ്ടിട്ട് വരാം കേട്ടോ, സഹിച്ചില്ല കേട്ടോ, ഇതിനേക്കാളും ഭേദം വല്ല ലേബർ റൂമിന് മുമ്പിൽ എന്നിരിക്കാന്ന് പറഞ്ഞു. സിനിമ മോശമായതുകൊണ്ടല്ല, ടെൻഷൻ ഒന്ന് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുക സിനിമ കാണാൻ പോണേ. സിനിമ തിരുന്നത് അതിനേക്കാളും വലിയ ടെൻഷനാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എന്താ, ഇപ്പോൾ ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനകത്ത് ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം റിലാക്സ് ചെയ്യണം. ആ റിലാക്സ് ചെയ്യാനുള്ള സിനിമ എപ്പോൾ ഉണ്ടാക്കണം? അല്ലാത്ത സിനിമകൾക്ക് മാർക്കറ്റില്ല. ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പോൾ അതിന് അടിയായാലും വേണ്ട, കുത്തായാലും വേണ്ട, ചവിട്ടായാലും വേണ്ട, കഴുത്ത് വെട്ടി കഴുത്ത് തെറിച്ചു പോകണമൊക്കെ ഉണ്ടെങ്കിൽ അത് തമിഴിൽ മലയാളത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിനിമയൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് സന്തോഷമാണ്, കണ്ടിങ്ങനെ ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് മനസ്സ് തന്നെ കുറച്ച് മാറിയിട്ടുള്ള സംശയമുണ്ട്. കാരണം ക്രൂവലായിട്ട് കാണുന്ന മുഴുവൻ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിനിമ വരും. അല്ലാതെ കാശ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡ്യൂസർമാർ വരണത് എന്താ വെച്ചാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇൻഡസ്ട്രിയാണത്. അപ്പോൾ അതിന് കാശ് മുടക്കുമ്പോൾ അതിന് കാശ് ലാഭം ഉണ്ടാവും. ഇതാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ സിനിമ വരുന്നത് അങ്ങനെയാണ്. അല്ലാത്ത സിനിമ വളരെ കുറച്ചേ ഉള്ളൂ. വലിയ ആൾക്കാർ ഒരു തമാശയും രസത്തിനും വേണ്ടി അങ്ങനത്തെ ചില സിനിമകൾ എടുക്കൽ ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ മിക്കവാറും ഒരു ഇൻഡസ്ട്രി നിലയ്ക്ക് അതിൻ്റെ അകത്ത് ലാഭം ഉണ്ടാവണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ജനം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ എങ്ങനെ എടുക്കാമെന്ന് ആലോചിക്കുക. എടുത്തത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ അതാണ് രീതി. ജനത്തിന് എങ്ങനെ ഇഷ്ടപ്പെടുന്നോ അത്തരത്തിലൊരു സിനിമ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വിജയിക്കണം നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. അതായത് ജനങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, തിരുവനന്തപുരത്തിന് സിനിമ ഇഷ്ടപ്പെടുക, തൃശ്ശൂര് ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അങ്ങനെ സിനിമ ഉണ്ടാവില്ല. ഒരു സിനിമ തൃശ്ശൂർ വിജയിച്ചാൽ കേരളത്തിന് മൊത്തം വിജയിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ആ കേരളത്തിലുള്ള ജനങ്ങളുടെ മുഴുവൻ ഒരു ചിന്ത പോകുന്ന അങ്ങനെ തന്നെയായിരിക്കും നിൽക്കുക കേട്ടോ, അങ്ങനെ പോകാൻ. അപ്പോൾ ആ മാറ്റം സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ള മാറ്റം. കാരണം സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ടൊരു സിനിമയില്ല, ഒരു കലാരൂപമില്ല. അത് സിനിമ എന്ന് പറയുന്നതും സൊസൈറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ കലാരൂപങ്ങൾ മിക്കവാറും എല്ലാം. പക്ഷേ സൊസൈറ്റിയുടെ മുമ്പേ നടക്കുന്ന ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? കാലത്തിന് മുമ്പേ നടക്കുന്ന ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത് അന്ന് കണ്ട് തോന്നുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കുറച്ച് സിനിമകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചേഞ്ച് സിനിമയിലും സിനിമ അഭിനയത്തിലും സിനിമ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ, അത് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമായി. ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എടുക്കുന്നത് OTTക്ക് വേണ്ടി മാത്രം തുടങ്ങിയിരിക്കുക പലപ്പോഴും, അല്ലേ? ഇപ്പോൾ MT വാസുദേവൻ നായർ 9 സിനിമ എടുത്തു. ഇപ്പോൾ 9 എടുത്തു. അത് 8 ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയായി അതിനകത്ത്. പിന്നെ ഇപ്പോഴും പോകാത്തൊരു സംഗതി എന്താ വെച്ചാൽ ഈ സ്റ്റാർഡം, സൂപ്പർ സ്റ്റാർ എപ്പോഴും പോയിട്ടില്ല. അത് പോവാൻ എളുപ്പമല്ല. അതിപ്പോൾ എന്താ വെച്ചാൽ ഒരേ തൊഴിലിന് ഒരേ കാശ് എന്നൊക്കെ പറഞ്ഞ് എന്നാലും നടക്കണ കാര്യമല്ല അത്. കാരണം ഒരേ സാധനത്തിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിലയാണോ? അല്ല. ബ്രാൻഡ് അനുസരിച്ച് വില വ്യത്യാസം ഉണ്ടാവും. ആ ബ്രാൻഡിൻ്റെ ഡിഫറൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോഴും പോവില്ല. അത് ഈ കാര്യത്തിൽ ഒരു കാലത്തും പോവില്ല. അത് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ആ ബ്രാൻഡ് ഉണ്ടാവും. ആർട്ടിസ്റ്റിനാണ് ഇപ്പോൾ കൂടുതൽ ആ ബ്രാൻഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കാലത്ത് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, പല ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. ഡയറക്ടേഴ്സിൻ്റെ സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഒരു പതിവുണ്ട്. ഇപ്പോൾ വീണ്ടും തിരിച്ചിങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അതിനകത്ത്. എന്നാലും ചില ഡയറക്ടേഴ്സിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുൻവിധി ഉണ്ടാവും, നല്ല സിനിമയാവും എന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ
അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ആ കാര്യത്തിൽ വന്നിട്ടില്ല. നല്ല ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഡയറക്ടർമാരുടെ പേരിൽ സിനിമ ഉണ്ട്. മറ്റൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ടെന്നറിയോ, ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചെടുത്ത സിനിമയ്ക്ക് ചെലവ് ചെയ്യുന്ന അത്രയും പണം പരസ്യത്തിന് വേണ്ടി ചെയ്താൽ പോരാ. മറ്റു സിനിമയാണെങ്കിൽ അത് പരസ്യം കൊടുത്തും മൗത്ത് പബ്ലിസിറ്റി കൊടുത്തും. ഇപ്പം പ്രത്യേകിച്ചും ചില സിനിമയ്ക്ക് മുഴുവൻ ഒരാഴ്ച ഓടിയാലാണ് OTT പ്ലാറ്റ്ഫോമിൽ കാശ് കിട്ടുക എന്നുള്ള കാരണം കൊണ്ട് ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരാഴ്ച ഓടിക്കാൻ വേണ്ടി ടിക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് സിനിമ ഓടിക്കുന്നത്. അത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് വരെ ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പോൾ സിനിമയ്ക്ക്. പണ്ട് അങ്ങനെ വലിയ മാർക്കറ്റിംഗ് സിനിമ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മാർക്കറ്റിംഗ് ഒന്നുമില്ല. പേപ്പറിൽ 2 പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് നോട്ടീസ് മാത്രം മതിയായിരുന്നു. ബി ക്ലാസ് ആൻഡ് സി ക്ലാസ് വരുമ്പോൾ എന്താ വെച്ചാൽ ചെണ്ട കൊട്ടും, വണ്ടിയുടെ നോട്ടീസ് കൊണ്ടുപോകും, അങ്ങനെ വണ്ടി ഇട്ടിട്ട് പോകും, കാളവണ്ടി. ആ കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അകത്ത്. അപ്പം അതൊക്കെ പോയിട്ട് നോട്ടീസ് വേണ്ട. ഇപ്പം മിക്കവാറും ഈ OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി മാത്രം സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതാണ്. കാരണം ഒരു സിനിമ, ഒരു സാധാരണക്കാരൻ ഒരു സിനിമ മാസത്തിലൊരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ആ മാസത്തെ സിനിമ കാണാനുള്ള ബഡ്ജറ്റ് കഴിഞ്ഞു തിയേറ്ററിൽ പോയിട്ട്. പിന്നെ വരുമ്പോൾ നമുക്ക് TV യിൽ കാണാമെന്നാണ്. മനസ്സിലായോ? അപ്പോൾ TV ക്ക് വേണ്ടി മാത്രം. അത് ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള മൂവ്മെൻ്റാണ് ശരിക്കും ഈ OTT പ്ലാറ്റ്ഫോം. പതുക്കെ പതുക്കെ തിയേറ്റർ ഡൗൺ ആയിട്ട് വരിക, OTT പ്ലാറ്റ്ഫോം കുറച്ച് മേലോട്ട് കയറി വരിക. അതൊക്കെ വളരെ ആദ്യം നമുക്ക് മനസ്സിലാവില്ല അത് എവിടേക്കാണ് ഈ ബിസിനസ് പോകുന്നത് പറഞ്ഞാൽ. ഒക്കെ നമ്മളിപ്പം മൊത്തത്തിൽ കച്ചവടം അനുഭവമാണ് നമുക്കൊക്കെ. ആരും വിശ്വാസമില്ലാത്ത രീതിയാണ്. അപ്പം അത് ആ ചേഞ്ചുകൾ മുഴുവൻ സിനിമയിലുണ്ടാവും, കഥകളിലുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ കിട്ടാതെ ഉണ്ട് ഇപ്പോൾ പലപ്പോഴും. ഒക്കെ കച്ചവട മനോഭാവത്തിലേക്ക് നമ്മൾ മാറി തുടങ്ങി. കാലത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും മാറേണ്ട പറ്റില്ല. എല്ലാം അതിൻ്റെ കൂടെ പോണ്ടി വരും. കാലത്തിനനുസരിച്ച് പോവാത്ത കലാരൂപം ഉണ്ടെങ്കിൽ ഒക്കെ ഔട്ട്ഡേറ്റഡ് ആവില്ലേ? വ്യക്തി ഔട്ട്ഡേറ്റഡ് ആവില്ലേ? അപ്പം എനിക്ക് ഭയമാണ്. കാരണം വെച്ചാൽ ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ചെല്ലുന്ന സമയത്ത് അവരോട് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയില്ല, അവസാനത്തെ ചോദ്യം ചിലപ്പോൾ അതായിരിക്കും, എന്താണ് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എന്താ അറിയാം, ഞാൻ പറയാനുള്ളതാണ്, എന്നോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. കാരണം എന്താ അറിയാം, അവരിൽ നിന്ന് ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ ഔട്ടാവും. അതാണ് സ്ഥിതി, അതാണ് സിനിമ. അവർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വേണം ഞാൻ ചെയ്യാൻ. ഞാൻ പഴയ കാലത്ത് ചെയ്തതല്ല അവർ പഠിക്കേണ്ടത്. അവർ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും എൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? അത് സിനിമയിലുണ്ട്, വ്യക്തി നിലയ്ക്കുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആ കാരണവരെ അടുത്ത് പോയിരുന്നിട്ട് കാര്യമില്ല. ആൾ പഴയ കാലങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നവരാണ്. ഒരാളുണ്ടാവില്ല വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ പറയും മൂപ്പരെ അടുത്ത് പോയാൽ ബോറടിക്കൂട്ടോ, പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനുള്ള ആളെന്ന് പറയും. ഇവിടെ നിന്നൊക്കെ ലോഹിയൊക്കെ പറഞ്ഞു പോകും, കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെയായിട്ട് പറയും ഇനി പോവില്ല എന്ന് പറയും. എന്തായാലും പുതിയൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ പുതിയ സിനിമകളിലൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള റോളുകളിലൊക്കെ വരുന്നുണ്ടല്ലോ. പണ്ട് വില്ലൻ കഥാപാത്രമായിട്ട് മാത്രം നിന്നിരുന്ന ആള് ഇപ്പോൾ വ്യത്യസ്തത ഒരുപാട് കഥാപാത്രങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 22 FK, അതുപോലെ വർഷം, ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന സിനിമകളാണ്. അതുപോലെ തന്നെയാണ് മാളികപ്പുറം, ബാക്കിൽ അതിൻ്റെ മെമൻ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയിലെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ല, അത് ആദ്യം ഒരു പേടിപ്പിക്കുന്ന ആ ഒരു രൂപം, ഒരാള്, അതിന്ന് പിന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ ആ മുഖത്ത് ആ ഒരു പുഞ്ചിരിയൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ട്രാൻസിഷനാണ്. ആ പേടിപ്പിക്കുന്ന ആളിൽ നിന്നും നമുക്ക് നല്ല സ്നേഹം തോന്നുന്ന ആളിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. അതായത് ഒരൊറ്റ സീനേ വേണ്ടു. ആ ഒരു സീൻ മനസ്സിൽ തട്ടിയാൽ ആ ആർട്ടിസ്റ്റ് രക്ഷപ്പെട്ടു. കാരണം എന്താ അറിയോ, അപ്പം ആ മാളികപ്പുറത്തിൻ്റെ അകത്ത് 2 സീനാണ് എടുത്തു പറയാവുന്ന എനിക്കെന്നെ തോന്നിയിട്ടുള്ള സീൻ. 2 സീൻ. ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ ആ കുട്ടി മിഠായി അവിടെയാണ് ഈ ചേഞ്ച് വരുന്നത്. മറ്റൊന്ന് ഈ കുട്ടിയുടെ മാല വരുന്നതാണ്. രണ്ട് തരത്തിലാണത്. മനസ്സിലായില്ലേ? അപ്പം എന്താ പറയുക, അത് ജനത്തിന് അത് വല്ലാതെ ഫീൽ ചെയ്യുന്ന 2 സാധനം അതിനകത്ത് അതുവരെ കണ്ടത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അയാളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. കാരണം സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ടല്ലല്ലോ സിനിമ. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞില്ലേ, ഞാൻ കട്ടു എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ടായില്ലേ? ഒരു സിനിമ, ഏതൊരു സിനിമയിലെ കട്ടെടുത്ത കഥാന്നൊക്കെ പറഞ്ഞു. അല്ല ഇത്
ശ്യാമള അല്ലേ, ചിന്താവിഷ്ട ശ്യാമള. അതിനകത്തോണ്ട് ശ്രീനിവാസ തൃശ്ശൂർ ഒന്ന് സംസാരിച്ചു. അതിന് ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, ശരിയാണ് ഞാൻ കട്ടെടുത്താണ്, പക്ഷേ ഞാൻ കട്ടെടുത്ത് ഈ സൊസൈറ്റി എടുത്ത ഈ സമൂഹത്തിൻ്റെ അകത്ത് കണ്ട ക്യാരക്ടേഴ്സാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ക്യാരക്ടേഴ്സിനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ ക്യാരക്ടേഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ഈ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ കൂടെ തന്നെ സിനിമ പോകണം, അല്ലാതെ നിർത്തിയില്ല, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡായി പോകും സിനിമ. വീണ്ടും ഞാൻ മാളികപ്പുറത്തിലെ പട്ടട ആ മാളികപ്പുറം എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അകത്ത് ആ ക്യാരക്ടർ ഈ സ്ക്രിപ്റ്റ് റൈറ്ററുടെ നാട്ടിലുണ്ടായിരുന്നൊരു ക്യാരക്ടറാണ് പട്ടട. അതായത് ഇയാളാണ് ഈ നാട്ടുപുറത്ത് എല്ലാ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംസ്കരിക്കാൻ പോവുക, അതിൻ്റെ ചടങ്ങുകൾ ചെയ്യുക, ഇതൊക്കെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർ, കാരണന്മാർ വരും ചിലപ്പോൾ. അപ്പം അങ്ങനെ ഒരാളെക്കുറിച്ചും അയാൾ പറഞ്ഞിട്ടുണ്ട്, ഇയാളെ കണ്ടാൽ ഇയാൾ പൊതുവേ കുട്ടികൾക്ക് പേടിയാണ്, വലിയ ആൾക്കാർക്കും കുറച്ച് പേടിയുണ്ട് ഇയാൾ. എന്താ കാരണം വെച്ചാൽ ഇയാൾ എന്തെങ്കിലും ഒന്ന് പറയും, അത് ചിലപ്പോൾ ഏറ്റുപോകും. അതാണല്ലോ മറ്റേ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് മോളെ മല ചവിട്ടിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. മനസ്സിലെ അതുപോലെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയുന്നുണ്ട്, കാരണം പേടിയാണ്. ഇയാൾ പറഞ്ഞാൽ ചിലത് സംഭവിച്ചു പോകും. അങ്ങനെ പ്രത്യേകിച്ച് ഈ മൃത്യുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെയാണ്. അപ്പം പൊതുവെ ഇയാളെക്കുറിച്ച് ഈ ശവത്തെ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന് എനിക്ക് പേടിയും. അത് എന്നോട് പറഞ്ഞുണ്ട്, അങ്ങനെ പറഞ്ഞുണ്ട്, ആ ക്യാരക്ടർ എങ്ങനെയാണ് കാണുമ്പോഴൊക്കെ ഒരു ഇച്ചിരി ഭീകരത തോന്നുന്നു. ഇയാൾ ആ ക്യാരക്ടർ ചെയ്യുമ്പോഴാണെങ്കിലും കണ്ണിന്റെ അഭിനയം, അതുപോലെ ചുണ്ടിന്റെ അഭിനയം, അതിലൊക്കെ കുറച്ച് പ്രത്യേകതകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് ഇംപ്രൂവൈസ് ചെയ്തതാണോ, അതെങ്ങനെയാ അതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട്? അത് മാറ്റം കൊണ്ടുവരണമെന്ന് എനിക്ക് ആ ഒരു ചേഞ്ച് കാരണം ഒരു വലിയ ക്യാരക്ടർ അല്ല, അത് ഒരു ചെറിയ ക്യാരക്ടറാണ്. ആ ചെറിയ ക്യാരക്ടറിൻ്റെ അകത്ത് നമ്മൾ ഇത് ഫലിപ്പിക്കണം. അപ്പോൾ ആദ്യം ഒരു ചെറിയ ഭയം തോന്നണം, ഈ മനുഷ്യരെ കാണുമ്പോൾ കുട്ടികൾക്ക് പേടി തോന്നാവുന്ന വിധത്തിലുള്ള ഒരു രൂപം അയാൾക്ക് ഉണ്ടാവണം. അത് ഒന്ന് നമ്മൾ നോക്കിയിട്ട് ഏകദേശം ഇന്നത് വാക്കാം എന്ന് തോന്നിയിട്ട് ചെയ്തു മാത്രമല്ല എൻ്റെ അകത്ത്. അതിൽ നിന്ന് മാറ്റിയിട്ട് പുഞ്ചിരിക്കുമ്പോഴാണ് ആ ചേഞ്ച് വരണം അവിടെ നിന്ന്. അതാണ് വ്യത്യാസം. പിന്നെ അത് എങ്ങനെ അഭിനയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അഭിനയിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ മുൻകരുതലും ഇല്ല. എനിക്ക് ഞാൻ ഇതുവരെ ഒരു ഹോംവർക്കും ഒരു പടത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആകെ ചെയ്ത ഒരു സ്വല്പം എനിക്ക് തോന്നിയത് കണ്ണാടി നോക്കിയിട്ട് രൂപം നോക്കിയത് ഞാൻ ഈ സാധനത്തിന് വേണ്ടി മാത്രം, അത് ആ ഒരു പോർഷന് വേണ്ടി മാത്രം നോക്കിയത്. ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാറ്, അതും അങ്ങനെ അത്ര വലിയ നിർബന്ധം നോക്കിയൊന്നുമില്ല. അതിനകത്ത് ഏകദേശം എങ്ങനെയൊക്കെ നോക്കി വെച്ചു മാത്രമുള്ളൂ. എൻ്റെ അല്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എനിക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഒരു പടം ഞാൻ കുറച്ച് നാൾ മുമ്പ് നല്ലൊരു ക്യാരക്ടർ ചെയ്തതാണ്. അതിൻ്റെ അകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാരക്ടറിന് മുമ്പിലിരുന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇയാളോട് പറയണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ്റെ അകത്ത് ഞാൻ എന്തോ ചെയ്ത് സംസാരിച്ച ഡയലോഗ് കഴിഞ്ഞപ്പോൾ ആ സീനിൽ ലൈറ്റപ്പിന് എന്തോ ചെറിയ കൺഫ്യൂഷൻ പറ്റി രണ്ടാമത് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നേരത്തെ കാണിച്ചില്ലേ, കയ്യിൻ്റെ മുകളിൽ എങ്ങനെ കാണിച്ചില്ലേ, അത് കാണിക്കട്ടോ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് കാണിച്ചു എന്ന് ചോദിച്ചു. ഒന്ന് ഇട്ട് കാണിച്ചിരുന്നു പറഞ്ഞു. അത് ഇട്ട് കാണിച്ചു തരുമ്പോൾ എനിക്ക് കുഴപ്പം തറിയോ, പിന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുക, ഞാൻ മുമ്പ് ചെയ്തതിനെ അതുപോലെ തന്നെ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം എൻ്റെ ശ്രദ്ധ അവിടെ പോയി. അപ്പോൾ നമ്മൾ മറ്റൊന്നിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് പോവുക, ഇവിടേക്ക് വരില്ല. അപ്പോൾ ഞാൻ പിന്നെ ചെയ്യുന്ന മുഴുവൻ പിന്നെ ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതാവില്ല ചെയ്യുക രണ്ടാമത്തെ ടേക്കിന്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയാൽ പോരെ, ഇങ്ങനെ കാണിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണോ അതെൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ വരുന്ന ചില ആക്ഷൻസാണ് അതൊക്കെ. അതുകൊണ്ട് ഞാൻ മുമ്പേ കൂട്ടിയിട്ട് ഇങ്ങനെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതല്ല എന്നർത്ഥം. മുഖത്തിൻ്റെ ഭാവങ്ങൾ പലപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചെറിയ മേക്കപ്പ് എപ്പോഴും ഉണ്ടല്ലായിരുന്നു ചെയ്ത് അതിനുള്ള ഡ്രസ്സും ഇട്ടിട്ട് ചെന്ന് ഡയലോഗും ക്യാരക്ടറും ഏകദേശം മൊത്തം മനസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് അഭിനയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇന്നത് വേണം ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ക്യാരക്ടറിന് ഇതാണ് സീനിന് വരേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ്, ഇതാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാം. അത് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന വിധത്തിൽ വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. മനസ്സിലായോ? അപ്പം ഞാൻ എപ്പോഴും പറയും, ഏകദേശം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടമാനം റിഹേഴ്സൽ ആവശ്യമില്ല. കാരണം ഫിലിമല്ലല്ലോ. മറ്റേത് ഫിലിമിൽ നമ്മൾ
ചോദിക്കുകയാണ് ആരും സുഹൃത്ത് നിങ്ങൾ പ്രൊഡ്യൂസറാണെങ്കിൽ ഇവിടെ തൻ്റെ സിനിമയിൽ ആരൊക്കെ ആർട്ടിസ്റ്റ് അവനുണ്ട് ആളിനാളുണ്ട് ഇന്നാളുണ്ട് ടി ജി രവിയുണ്ട്. അയ്യോ ഫിലിം തിരുന്ന പാർട്ടിയാണ് പുള്ളിയിട്ടോ ഇടണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കില്ല. കാരണം വെച്ചാൽ ഫിലിമിന് കാശാണ്. ടേക്ക് 1, ടേക്ക് 2, ടേക്ക് 3, ടേക്ക് 4 പോകുമ്പോഴും കാശാണ്. ഡബിങ്ങിലിട്ട് ഫിലിമാണ് യൂസ് ചെയ്യുക. ഇതൊക്കെ കൂടി ചേർക്കാണ് ഇതിന് അവസാനം ചെയ്യുന്നത്. അപ്പം അതൊന്നും ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. എത്ര വേണമെങ്കിലും എടുക്കുക. അപ്പം എന്താ വെച്ചാൽ ഫിലിം പോവാതിരിക്കാൻ വേണ്ടി റിഹേഴ്സൽ ചെയ്ത് പക്കയായതിനു ശേഷം മാത്രമേ ടേക്ക് എടുക്കുക. മനസ്സിലായോ? ഇപ്പം അങ്ങനെയല്ല, നേരെ പോയിട്ട് നമ്മൾ ഒറ്റടിക്കുക. അതിൻ്റെ അകത്ത് ചിലപ്പോൾ അതായിരിക്കും നല്ല ടേക്ക്. അതിനകത്ത് നമ്മൾ വേറെ ഒന്നും ആലോചിക്കണില്ല. നമ്മൾ ചെന്നത് ആദ്യമായിട്ട് അങ്ങ് പറയുമ്പോൾ ഇപ്പം പ്രത്യേകിച്ചും ബിഹേവ് ചെയ്താൽ മതിയല്ലോ. ആ രീതി അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ നല്ല ടേക്ക് വരും. ചിലപ്പോൾ ആദ്യം ബെസ്റ്റ് ആദ്യം കിട്ടുക ചെയ്യാം. ഒരു തമാശയായിട്ടാണ് പറയും ചിലപ്പോഴേ. 2 കുട്ടികൾ വലിയ ഫേമസ് ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. കഥയാട്ടോ ഇല്ലാത്തല്ല, അല്ല ഉള്ളതല്ല. അപ്പം അയാളുടെ അടുത്ത് ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1 more ഒരെണ്ണം കൂടി, അങ്ങനെ 6-7 ടേക്കായി. ഒരു കൂടെ വരുന്ന പുതിയ ആർട്ടിസ്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ടേക്ക് ഓക്കെ. അപ്പോൾ ഇയാൾക്ക് ടെൻഷനായിത്രേ. അപ്പോൾ അതിന് ഡയറക്ടറോട് ചോദിച്ചോളൂ, ഞാൻ എത്ര സിനിമ ചെയ്തതാണ്, എൻ്റെ ഇത്ര ടേക്ക് എടുത്തില്ലേ, താനായിരിക്കും ഒരു ടേക്ക് കൊണ്ട് അവസാനിപ്പിക്കാൻ ചോദിച്ചപ്പോൾ അയ്യോ സാറെ ക്ഷമിക്കണം കേട്ടോ, അതല്ല അവൻ്റെ കയ്യിൽ നിന്ന് 1 കിട്ടുള്ളൂ, സാറിൻ്റെ ഇന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ 10 എണ്ണം കിട്ടും, അതിലെനിക്ക് സെലക്ട് ചെയ്യാനോ. മനസ്സിലല്ലേ? അപ്പം എന്താ അറിയുമോ, അപ്പം അത് നമുക്ക് ഒന്നിനെ ഇമിറ്റേറ്റ് ചെയ്യാതെ മറ്റൊന്ന് ഇത് പോരാ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വേറെ ഒന്നായിരിക്കും ചിലപ്പോൾ വരാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അതിനകത്ത്. 2ാമത്തേക്കും 3ാമത്തെ ടേക്ക് എടുക്കുമ്പോഴും ചിലപ്പോൾ പറയും നമുക്ക് ആദ്യത്തെ മതിയിട്ടൊന്ന് പറഞ്ഞു, ചിലപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത് വേണമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളല്ല ഞാൻ. അങ്ങനെ വളരെയധികം ഒരുക്കത്തോടുകൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന ഞങ്ങളുടെ ഒരു ഭാഷയുണ്ട്. ഒന്ന് ഈ ക്യാരക്ടറിനെ ഇങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കും, മറ്റൊന്ന് ഇയാൾ ക്യാരക്ടറിൻ്റെ അകത്തേക്ക് ചെന്ന് ചാടും. ഇത് രണ്ടാന്ന് പറയുന്നത്. അതിന് രണ്ടിനും എടുക്കണ സ്ട്രെയിൻ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന സിനിമയിലെ ആ ഒരു ഡ്യൂറേഷൻ, ക്യാരക്ടറിൻ്റെ ഡ്യൂറേഷൻ കുറവായിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ജി രവി വില്ലൻ എന്നുള്ളൊരു ഇതായിരുന്നു, ഒരു സിനോണിം പോലെ ആയിരുന്നു. ആളുകൾക്കൊക്കെ ഒരുപാട് പേടിയായിരുന്നു അക്കാലത്ത്, അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ റിയൽ ലൈഫിലും ഈ ചെയ്ത ക്യാരക്ടറിൻ്റെ ബേസിൽ ആളുകൾ ഇങ്ങനെ പേടിച്ചിട്ട് ഒരു അകൽച്ച കാണിച്ച് അങ്ങനെയൊക്കെ നിൽക്കാറുണ്ടോ? ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ എൻ്റെ അടുത്തിരിക്കില്ല പഴയ കാലത്തെ കഥ തന്നെയാണെങ്കിൽ. കാരണം ഇത്ര അടുത്തിരിക്കാൻ ധൈര്യപ്പെടില്ല പെൺകുട്ടികൾക്ക്. എന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഈ ഞാൻ നിൽക്കുന്ന മറ്റേ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ഇതുപോലത്തെ ഉണ്ട്. അപ്പം ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളില്ല. അന്ന് നസീർ സാറിനെയൊക്കെ പോലെ ഒരുപാട് ആരാധകർ വരും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് കയറിയതെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ബേസിൽ ആളുകൾ നമ്മളെ കണ്ട് പേടിച്ചോടുക എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഫീൽ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞുതരാം, ഒരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് നാൾ മുമ്പ് എന്നെ ഇവരാരോ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, ആരും ഇൻ്റർവ്യൂ, മാതൃഭൂമിക്കാർ ഇൻ്റർവ്യൂ എടുത്തു, പേപ്പർ മുകളിൽ ഈ ഗ്രോ ബാഗിലൊക്കെ ഇട്ട സമയത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കണം എന്നുള്ളതും ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുക, ഞാൻ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എൻ്റെ വൈഫിനെ കുറിച്ചുള്ള ഓർമ്മ, അതുകൊണ്ട് എൻ്റെ ഹെഡിങ്ങിൻ്റെ അടുത്ത് ടി ജി രവിചേട്ടൻ ഒറ്റയ്ക്കല്ല നമ്മൾ ഹെഡിങ്. കാരണം വെച്ചാൽ ഈ വീടിൻ്റെ പേര് അമ്പിളി എന്നാണ്, എൻ്റെ വൈഫിൻ്റെ പേര് അമ്പിളിയാണ്. അപ്പം ഞാനിപ്പോഴും അമ്പിളി എന്നുള്ള വീട്ടിലാണ് താമസിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല. ആ രീതിയിൽ വളരെ നന്നായിട്ട് എഴുതിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇതിനകത്തിട്ടാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബോട്സ്വാനയിൽ ആഫ്രിക്കയിലുള്ള എൻ്റെ മരുമകളെ വിളിച്ചെന്നെ. അച്ഛൻ എന്നിട്ട് ഭയങ്കര സങ്കടം അവൾക്ക്. ചോദിച്ചു, നീ എന്താ സങ്കടപ്പെടണമെന്ന് ചോദിച്ചു. എന്താ കുട്ടി സങ്കടപ്പെടുന്ന കാര്യം എന്ന് ചോദിച്ചു. എന്തോ പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ ചോദിക്കണം. അല്ല, ഞാനൊരു സാധനം അയച്ചിട്ട് അച്ഛൻ ഒന്ന് വായിച്ചു നോക്കുന്നു. അപ്പം നോക്കിയപ്പോൾ എന്താ അറിയോ, ഒരുത്തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഒരാഴ്ച തന്നിരിക്കാം. ആ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻജിനീയറും സിനിമാ നടനുമായ ടി ജി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് എൻ്റെ ഹെഡിങ്. നോക്കാൻ ആരുമില്ലാതെ ഗതി കെട്ടിട്ട് മൂപ്പരെന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വിട്ടാണ്. അപ്പം അതിൻ്റെ താഴെ ഇതറിയുന്ന ഒരുപാട്, എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവൻ്റെ ലൈഫിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്.
അവർ മുഴുവൻ ഇതിൻ്റെ പുറകിൽ ഈ ഫേസ്ബുക്കിൽ അങ്ങനെ കൊണ്ടല്ലോ പച്ചത്തെറി എഴുതാനും വിഷമമില്ലല്ലോ. ഇവൻ്റെ 3 തലമുറയുള്ള ആൾക്കാരെ മുഴുവൻ തെറി വിളിച്ച് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 പേര് വളരെ വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ആ 2ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അവരെഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പെണ്ണുങ്ങൾ ഉപദ്രവിച്ച ആളല്ലേ അനുഭവിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ അതിന് ഇഷ്ടമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള എൻ്റെ ക്യാരക്ടർ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതല്ലേ എനിക്ക് കിട്ടുന്ന അവാർഡ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ പേടിച്ചു വെച്ചാൽ അതിൻ്റെ അഭിനയത്തിന് എനിക്ക് കിട്ടുന്ന അവാർഡാണ്. അതെ. അപ്പൊ അതൊന്നൊരു മാറ്റം വേണം. അങ്ങനെ ആളുകൾ വില്ലനായിട്ട് കാണുന്നതിൽ നിന്നൊരു മാറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? പിന്നീട് ഇപ്പോൾ കുറേ കാലമായിട്ട് നല്ല എന്താ പറയാ നന്മയുടെ പ്രതിരൂപം എന്നൊക്കെ പറയുന്ന പോലുള്ള കുറേ റോൾസ് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, എന്നോട് ഒരാൾ ചോദിച്ചതിന് മുമ്പ് ചോദിച്ചു, ഇപ്പോഴും അതുപോലത്തെ ഈ ബലാത്സംഗമൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് തായോ, ഞാൻ ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, ഇപ്പം അത് ഏക്കൂല. ഇപ്പം സിനിമയിൽ അത് ആവശ്യമില്ല. നീ അങ്ങനെയല്ല. ഇപ്പം വില്ലെന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പം വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് വില്ലനാണെങ്കിൽ ചാരായം മാറ്റണം, കൊള്ളരായ്മ മുഴുവൻ ചെയ്യണം, എല്ലാം ഏറ്റെടുത്ത ആളാണ്. അതല്ലാത്തൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിരിക്കാം, വേറെ ഉണ്ടാവാതിരിക്കാം. വളരെ ദുർലഭമാണ് ഈ നായകൻ ഒരു എല്ലാ സൽഗുണങ്ങളുടെയും ഒരു മൂർത്തിഭാവമായിട്ടൊരാൾ നായകനാവണം എന്ന് പറഞ്ഞു. അല്ലാത്തൊന്നാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സത്യമാഷ സിനിമയാണത്. അത് നാടകം വന്നിരുന്ന ഓമാധവൻ അഭിനയിച്ചു ആ ക്യാരക്ടർ. കുറച്ച് ഓർമ്മ വരും. പക്ഷേ അത്തരത്തിലൊരു സിനിമ അന്നുണ്ടായിരുന്നു. അത് ആ ഒരു സിനിമ മാത്രം. അയാൾ മഹാ റൗഡി ആയിട്ടാണ് ചെയ്തിരിക്കണത്. സത്യമാഷ് എന്താ സിനിമയുടെ പേര്? മഹാറൗഡിയാണ്. ഏറ്റവും അവസാനം ഇയാളുടെ നെഞ്ചത്ത് മിസ് കുമാരി കൈയൊക്കെ ഒടിഞ്ഞൊക്കെ കിടക്കുമ്പോൾ കത്തി വെച്ചിട്ട് കിടക്കുകയാണ് ഈ വെച്ചിട്ട്. എനിക്കാരും സഹായം വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്വയം ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ക്യാരക്ടറാണ്. അത് അവസാനം അയാൾ പറയണം, ഇപ്പോൾ ആ ചെയ്തൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. 2 കൈ അനക്കാൻ വയ്യ, അങ്ങനെ നടക്കുന്ന സാധനമാണ്. അപ്പോൾ മുടിയനായ പുത്രൻ. പക്ഷെ ആ മുടിയനായ പുത്രൻ സിനിമ കണ്ടിട്ട് എനിക്ക് മുടിയനാവണമെന്ന് ഒരു കുട്ടിക്കും തോന്നിയിട്ടുണ്ടാവില്ല. പ്രസന്റേഷൻ അങ്ങനെയാണ്. ആ ഹീറോ ആണ് മുടിയനായ പുത്രനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സിനിമ ഒരു ഹീറോ ഉണ്ടാവില്ല. ആ ഹീറോ ആണ് മുടിയനായ പുത്രൻ സത്യമാഷ് ചെയ്ത. അപ്പോൾ ആ സിനിമയിൽ വന്നിട്ടുള്ള മാറ്റം അന്നെന്താ അറിയോ, എന്നെ കണ്ട് ഈ പേടിച്ചു എന്നൊക്കെ പറഞ്ഞത് ഇപ്പം എൻ്റെ മകൻ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ട് അവനെ കണ്ടാൽ പേടിയൊന്നുമില്ലല്ലോ. കാരണം എന്താ അറിയോ, ഞാൻ അഭിനയിക്കുന്ന കാലത്ത് ഈ സിനിമ കാണുന്ന ആൾക്കാരെ എൻ്റെ സിനിമ മാത്രമേ കാണുന്നുള്ളൂ. എന്നെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരമില്ല. ആകെ ഒരു സിനിമ മാസികയുണ്ട്, പിന്നീട് നാന വന്നു. അതും ഇത്രയും ഈ എല്ലാവരും അങ്ങനെ വായിക്കൊന്നുമില്ല. സിനിമ മാസിക കിട്ടണമെങ്കിൽ തൃശ്ശൂർ വരണം. തൃശ്ശൂർ ഞാത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇഷ്ടംപോലെ മാഗസിൻസായി. ഈ ടി വി മീഡിയാസ് വന്നതോടുകൂടി ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരിക ഇതെന്നെ കുറിച്ച് ചോദിക്കുക, കുടുംബത്തോടൊപ്പം എന്ന് പറയും. ഞാനും എൻ്റെ മക്കളും ഭാര്യയൊക്കെ കൂട്ടിയുള്ള കുടുംബജീവിതം അതൊക്കെ അവർക്ക് അറിയാം. ഇപ്പോൾ മറ്റേതവർ കാണുന്നത് ഈ സർവ്വ കൊള്ളരായ്മ ചെയ്യുന്ന ഒറ്റ മാത്രം കാണുക. ഇയാളെ കാണുമ്പോഴുള്ള ഒരു ഭയം ഉണ്ടല്ലോ. അതാണ് ഈ എന്നെ സംബന്ധിച്ച് എൻ്റെ വിജയം അത് തന്നെയാണ് ശരിക്കും. ഇപ്പൊ എല്ലാ ടൈപ്പ് റോളും ചെയ്ത കൂട്ടത്തില് വില്ലനായിട്ടുള്ള റോൾസ് ചെയ്യുമ്പോഴാണോ അതോ ഇപ്പോ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണോ, നല്ല ക്യാരക്ടറുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണോ, ഏത് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നണേ? ഈ ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരാണ്. അതായത് അന്ന് കിട്ടിയ അപ്രിസിയേഷൻ. എന്നെ സ്ത്രീജനങ്ങൾ പേടിക്കണം എന്ന് പറയുമ്പോൾ അപ്രിസിയേഷനാണ്. ഇപ്പോ എന്നെ കാണുമ്പോൾ സഹതാപം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അപ്രിസിയേഷനാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ ഗുണം, അത് ഞാൻ ചെയ്ത ഗുണമാണ്. അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതല്ല, അതല്ല എനിക്ക് ആവശ്യമുള്ളത്. അത് തന്നെയാണ്. അതുകൊണ്ട് അതായാലും ഇതായാലും ഇപ്പോഴും അത്തരത്തിലുള്ള ക്യാരക്ടർ ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സീനാണ്, കുറച്ച് കുട്ടികളെ പേടിപ്പിക്കുന്ന സാധനമല്ലേ ആ ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുള്ള അതിൻ്റെ അകത്തൊരു ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പേടിച്ചു, ഈ കുട്ടികളെ പേടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ ചില കുട്ടികൾക്ക് എന്നെ കാണുമ്പോൾ പേടിയുണ്ട് ഇപ്പോഴും. അങ്ങനെയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോൾ പറയും അന്ന് മിഠായി തന്നപ്പോൾ അത് പറയുമ്പോൾ കുട്ടികൾ, ഞാൻ പറഞ്ഞ ആ രണ്ടും അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനകത്ത്. മനസ്സിലായില്ലേ? ആ ഇഷ്ടപ്പെടുമ്പോൾ ഭയപ്പെടുത്തിയതും ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹം വന്നും ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടുപേരും ആർട്ടിസ്റ്റ് ചെയ്യുന്നതല്ലേ. അതെങ്ങനെയാണ് തീർച്ചയായും രണ്ടും സന്തോഷമാണല്ലോ. ഏത് ചെയ്താലും നമ്മൾ ചെയ്തൊരു സംഗതി വിജയിച്ചു. ഞാൻ ചെയ്യുന്ന ആസ് എ സെലിബ്രിറ്റി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും
ഞാൻ ഒരു ക്യാരക്ടറിനെ അങ്ങനെ എന്നെ മോൾഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടറെ കൊണ്ടുതരാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ ആ കാര്യത്തിൽ ഞാൻ വിജയിച്ചു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തൊരു കാര്യം വിജയിച്ചു എന്ന് കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം ക്യാരക്ടർ ചെയ്യുന്ന ഏത് ക്യാരക്ടറായാലും ഉണ്ടാവും. നിങ്ങൾ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ട് നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നിയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ കഥ. പേടിയെന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് അതൊരു ഫുൾഫിൽമെന്റ് ആ ഒരു ക്യാരക്ടറിന്റെ കിട്ടുന്നത്. ഇപ്പം പഴയ സ്ത്രീകളൊക്കെ വന്ന് പറയലോ, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സിനിമ ഇഷ്ടാട്ടോ, പഴയത് പേടിയൊന്നുമില്ല. ഇപ്പൊ എല്ലാവരുടെയും പേടിയൊക്കെ മാറി, സ്നേഹായി. എന്നോട് മറ്റേത് എൻ്റെ അടുത്തൊന്നും ഈ ഞങ്ങൾ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് പോയിട്ട് താമസിക്കുമല്ലോ. തൃശ്ശൂരെല്ലാം താമസിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സിനിമ ഷൂട്ടൊക്കെ അവസാനിച്ചിട്ട് വന്ന് കുളിയൊക്കെ കഴിയുമ്പം ഒരു സിനിമയ്ക്ക് പോയാലോ തൊട്ടടുത്ത സിനിമയ്ക്ക് പോവാം. പെൺകുട്ടികളുണ്ടാവും കൂടെ. അവർക്ക് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമാണ് സിനിമയ്ക്ക്. ഒരു ഉപദ്രവം ഉണ്ടാവില്ല. കാരണം പിന്നെ ആള് പെശകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മറ്റത് അന്ന് ഞങ്ങൾ പറയും, ഈ മാളില്ലപ്പോൾ എൻ്റെ വലിയ നല്ല സുഹൃത്താണ് മാമണി, ഞാൻ പറയും നിൻ്റെ കൂടെ സിനിമയ്ക്ക് പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ മാന്തലും പൊളിക്കലും കിട്ടുന്ന പറയും. കാരണം വെച്ചാൽ ഇവനെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ചിരി തുടങ്ങും. അപ്പം ഇത് മറ്റേത് കാണുന്നറിയോ, അന്ന് കാണുമ്പോൾ ചെറിയ എല്ലാ ആള് അടുത്ത്. അപ്പം പെൺകുട്ടികൾക്ക് വളരെ സേഫായിട്ട് സിനിമയ്ക്ക് പോയിട്ട് വരാൻ പറ്റുക ഞങ്ങളോട് വരുമ്പോൾ. അതെ. പിന്നെ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ നവംബർ 16 ജയൻ സാറിൻ്റെ ഓർമ്മ ദിവസമാണല്ലോ. അപ്പോൾ ജയൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറുടെ കൂടെയും അതുപോലെ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും നന്നായിട്ട് പരിചയമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പറയും. ഞാൻ അദ്ദേഹത്തിനോട് ഒറ്റ സിനിമ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഒരു സിനിമ മതിയില്ല അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ കടപ്പുറത്ത് വെച്ചൊരു ഷോട്ട് എടുക്കുമ്പം എൻ്റെ വൈഫെന്ന് ഇവിടെ ഡോക്ടറാണ്, ഷൂട്ട് കാണാൻ വരാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ജയൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്ന സീൻ കാണാൻ വേണ്ടിയിട്ട്. ഫൈറ്റാണ്. ഒരു മണൽക്കൂനയുടെ മേലെ നിന്നിട്ടാണ് അട്ടിയിടി മുഴുവൻ. അപ്പം ഇങ്ങേരി ഇടിക്കുന്ന സമയത്ത് ഞാൻ തല പുറകോട്ട് വലിക്കണം. അതാണ് എനിക്കുള്ള ഇൻസ്ട്രക്ഷൻ. അതാണ് നമ്മൾ പുറകോട്ട് വലിക്കാൻ നേരത്ത് ഈ കാല് ഒന്ന് മണലിൽ താന്നുപോയി. ഷോർട്ടാണ്, താന്നു പോയപ്പോൾ മുഖം ഇങ്ങോട്ട് വരുന്നതിന് വരെ മുഖം മുമ്പിലേക്ക് വന്നു. ഇടി ശരിക്കും കൃത്യമായിട്ട് മുഖത്ത് കൊണ്ടു പൊട്ടി ചോര വന്ന നേരത്ത് ചോര വന്നു. ഇങ്ങേരി എന്നെ വേഗം കൊണ്ടുവന്ന് ഒരു മറ്റേ വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് എന്നെ ഇരുത്തി കെടുത്തി ചോര തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് സിനിമ ഈ ഷോട്ട് കാണാൻ പറഞ്ഞതിൻ്റെ അകത്ത്. അപ്പോൾ ആദ്യത്തെ ഷോട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടിയിൽ ചോര കിട്ടിയതാണ്. അത് മറക്കാത്ത ഷോട്ടല്ലേ. മാത്രമല്ല ആ സിനിമ കഴിഞ്ഞ സമയത്ത് അതിനേക്കാൾ ഒരു ഓർക്കണതായിരുന്നു എന്ന് വെച്ചാൽ അന്ന് എൻ്റെ കയ്യിൽ മൊബൈലില്ല, ഒന്നുമില്ല, ഒന്നും ആരും തുടങ്ങിയിട്ടൊന്നുമില്ല. എൻ്റെ അത് വൈകുന്നേരം 7 മണിക്ക് 6:15 7 മണിക്ക് ഒരു ട്രെയിനുണ്ട്. അതിൽ കയറിയാൽ നേരം വെളിച്ചാകുമ്പോൾ മദ്രാസിയിലെത്തും. ഇതാണ് ഞങ്ങളുടെ വരവും പോക്കും. അങ്ങനെയാണ്. ഈ സിനിമ കഴിഞ്ഞൊരു നന്നായി ഓടിയെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സിനിമയും കൂടി എടുത്താൽ കൊള്ളാതെ പോകണ്ടായിരുന്നു ജയനെ വെച്ചിട്ട് തന്നെ. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ കയറി പോയി മദ്രാസിൽ നിന്നിറങ്ങി. സുധാര ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹൈ ക്ലാസ് ആൾക്കാരല്ലാത്ത ഈ ആർട്ടിസ്റ്റുകളൊക്കെ താമസിക്കുന്നവരുണ്ട്. അതൊന്നും ഞാനൊന്നും അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ സുധാര ലോഡ്ജിലാണ് ഞാൻ താമസിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പം എന്നെ കണ്ടു പറഞ്ഞു, രവിച്ചേട്ടാ ഇപ്പോൾ എവിടുന്ന വരണേ? ഞാൻ നാട്ടിൽ നിന്ന് വരാം. അറിഞ്ഞില്ലേ? എന്ത്? ജയേട്ടൻ മരിച്ചു പോയിട്ടോ. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരു സിനിമയ്ക്കും കൂടെ ഡേറ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് പോയ ആളാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ കൂടെ തിരിച്ച് കൊല്ലത്ത് വന്ന് ഇവിടെ ബോഡി ഇവിടെ എത്തിച്ചതിന് ശേഷം അവിടെ പോകേണ്ടി വന്നു അവസാനം. അതാണ് ഏറ്റവും സന്തോഷം തരുന്നൊരു ഓർമ്മ, ഇടിയുടെ ഓർമ്മ. വേദനിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിച്ചിട്ടുള്ളത് അതിനകത്ത് ഒന്ന്. മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതും ഇങ്ങനെയാണ്. കാരണം ഇറ്റ് വാസ് എ ഷോക്ക്. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയ ആളാണ്. പക്ഷേ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങാൻ പറയുന്നതാണ്. ഈ ലോഡ്ജിൽ ചേർന്നവരെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് ഈ കമ്മ്യൂണിക്കേഷനിൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ലല്ലോ. അവിടെ ചെന്ന് ഇറങ്ങി ടാക്സി വിളിച്ചു നേരെ ലോഡ്ജിൽ പോയി. അപ്പോഴാണ് ഈ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അല്ലാത്ത സമയത്ത് മറ്റേ എൻ്റർടൈൻമെൻറ്റ്സ് എന്തൊക്കെയാ? അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ചുരുക്ക സമയം കിട്ടുക. ആ സമയത്ത് ഉറക്കം. കാരണം സിനിമയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
ഷൂട്ടിൻ്റെ സമയത്തല്ലാതെ മറ്റേ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കൃഷിയായിരുന്നു. കൃഷി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണല്ലോ. അല്ല അല്ല ആ കാലത്തല്ലേ? അല്ല ഇപ്പോ 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 ഇപ്പൊ കൃഷിയാണ്. അല്ല അത് നിങ്ങൾ പ്രതീക്ഷിച്ചല്ലേ? ഞാൻ ചോദിച്ചത് സാധാരണ നിലയ്ക്ക് നമ്മൾ ഷൂട്ടിന് പോയ സമയത്ത് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാനതാ ഉദ്ദേശിച്ചത്. ഈ കൃഷി എനിക്ക് എൻ്റെ താല്പര്യമായിരുന്നില്ല, കുക്കിംഗ് എൻ്റെ താല്പര്യമായിരുന്നില്ല. ഇപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്യാം, അതെൻ്റെ താല്പര്യമായിരുന്നില്ല. കാരണം ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ജോലിക്കാരെ വർഷം കൊണ്ട് വെക്കും കഴിച്ചിട്ട് പോയിരുന്നല്ലാണ്ട് ചുക്കുവെള്ളം ഉണ്ടാക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു നേരത്തെ. പക്ഷെ ഞാൻ ഇവിടുന്ന് ബോട്സ്വാന പോയി ആഫ്രിക്കയ്ക്ക്. അപ്പോൾ അതിന് പ്രത്യേക സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ പോണ്ടി വന്നത്. അവിടെ പോയി വന്ന് വൈഫുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ വൈഫിന് കുറച്ച് അസുഖം ഉണ്ടായിരുന്നു നേരത്തെ, ഒരു ലിവർ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്രഷൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും വൈഫിന് അവിടെ ഒരു തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു. കാലത്ത് 5:30 മണിക്ക് എണീറ്റാലാണ് മൂത്ത മകൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ഇങ്ങനെ അസുഖം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഇവർ മരുമകൾ സെക്കൻഡ് ഡെലിവറിക്ക് നാട്ടിലേക്ക് വരും. അപ്പം ഞാനും വൈഫും മാത്രമേ ഉണ്ടാവുള്ളൂ. മൂത്ത മകൻ പിന്നെ കുട്ടി ആദ്യത്തെ ഇപ്പം UK ആൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈഫ് 5:30 മണിക്ക് എണീറ്റിട്ട് ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പം അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും. അപ്പം ഞാൻ അറിയാതെ തന്നെ, അത് പ്രത്യേകിച്ച് അതൊന്നും പറയാതെ തന്നെ, മകൻ്റെ വൈഫ് പോരുന്നതിന് മുമ്പ്, ഒരു മാസം മുമ്പ് ഞാൻ അവരുടെ കൂടെ ട്രെയിനിയായിട്ട് കൂടി കുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അധികം വെജിറ്റേറിയൻസാണ്. മക്കൾക്കൊക്കെ നോൺ വെജ് വേണം, പക്ഷേ അധികം വെജിറ്റേറിയനാണ് യൂസ് ചെയ്യുക. ഇടയ്ക്ക് ആഴ്ചയിലൊരിക്കൽ നോൺ വെജ് ഉണ്ടാവുക, വീട്ടിലത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ വെജിറ്റേറിയൻ അറിയാലോ, സാമ്പാർ, മോരുകറി, എലിശ്ശേരി, അവിയൽ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരുമകൾ പോരുന്നതിന് മുമ്പ് ട്രെയിനിങ് കിട്ടിയപ്പോൾ അതെ കൂടെ നിന്നിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരുവിധം എനിക്കൊരു ചെറിയ ധൈര്യം കിട്ടിയിട്ട്. പിന്നീട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചില പുസ്തകങ്ങളില്ല, പാചകത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ അത് നോക്കി പഠിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ ദ ബെസ്റ്റ് സാമ്പാർ എന്നാണ് ഇപ്പം എൻ്റെ പേരക്കുട്ടികൾ പറയാം. മരുമകളും അങ്ങനെ പറയാം. പക്ഷേ ഈ മരുമകൾ പറഞ്ഞ എനിക്ക് ചെറിയ സംശയമുണ്ട്, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി പറയാൻ അങ്ങനെ സൂത്രം കണ്ടുള്ളൂ എനിക്കറിയില്ല. എന്തായാലും ഞാനങ്ങനെ നല്ലൊരു കുക്കെന്ന് അറിയപ്പെട്ടു. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് എന്തായിരുന്നു, പിന്നെ വൈഫ് എൻ്റെ മരണവും കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വലിയ ഇഷ്ടം പോലെ സമയമുണ്ട്. ഞാനവിടെ ജോലി ഉണ്ടായിരുന്നു. ഞാനൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്നാലും അതിനൊരു ടൈമിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് മകൻ്റെ വീടിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ കാലത്ത് ഇറങ്ങിപ്പോവും, ഒരു എക്സസൈസ് ആവും, കുഴി കുത്തുക, എന്നിട്ട് ചില ചെടികളെ കൊണ്ടുവന്ന് നടുക. അങ്ങനെ ഒരു പതുക്കെ ഇത് വളരാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് അതിനോട് പക്ഷേ പതുക്കെ സ്നേഹം തുടങ്ങി. അപ്പോൾ ആ വീട്ടിൽ ഇപ്പോഴും നിറച്ച് മാവ് നിൽക്കുന്നുണ്ട്, ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായ വാഴയുണ്ട്, പിന്നെ നെല്ലിയുണ്ട്, അരിനെല്ലിയുണ്ട്, മറ്റു നെല്ലിയില്ലേ ചവർപ്പ്, ആ നെല്ലിയുണ്ട്, പിന്നെ ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മോസമ്പി ഉണ്ട്, മുരിങ്ങയുണ്ട്. ഇതൊക്കെ ഉണ്ടാവുക നമ്മൾ ഉണ്ടാക്കിയ ചെടിയുടെ അകത്തുനിന്ന് ഒരു മറ്റേ പോമഗ്രാനൈറ്റ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്നിട്ട് അത് മുറിച്ച് ജ്യൂസ് എത്തി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് കഴിക്കുക കാണുമ്പോൾ. ആ സന്തോഷത്തിൽ നിന്ന് ഉടലെടുത്താണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിയോടുള്ള മറ്റൊന്ന് കാരണം ഞാനിവിടെ വന്ന സമയത്താണ് എൻ്റെ പേരക്കുട്ടി UK വന്നിട്ടാണ്. അപ്പോൾ അവൻ പോകുന്നത് കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കഴിഞ്ഞല്ല. ആ പോണതിലും ഇവനെപ്പോഴും കാലത്ത് പോകുമ്പോൾ കുറച്ച് ജ്യൂസ് ഞാൻ അവിടെ വെച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് ഇവൻ വന്നത് പ്രമാണിച്ച് കുറച്ച് പഴങ്ങളൊക്കെ മേടിച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ അവൻ പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇവിടെ എന്തൊരു സാധനം എടുക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു മോസമ്പി ഇരിക്കണം. ഞാൻ നോക്കിയപ്പോൾ ഇത് അവൻ പോണ സമയത്ത് അവന് വേണ്ടി മേടിച്ച് വെച്ച സാധനമാണ്. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാവവ്യത്യാസവും ഈ സാധനത്തിനില്ല. എന്തോ സാധനം അകത്ത് കയറ്റിയിട്ടുണ്ടാവും, ഇഞ്ചക്ഷൻ എന്തോ വിഷം കയറ്റിയിട്ടുണ്ട് അതിനകത്ത്. ഒരു ചെറിയ കുത്ത് കണ്ടു, ഈ എന്തോ സാധനം ഇഞ്ചക്ട് ചെയ്ത് കയറ്റിമാതിരി തോന്നിയിരിക്കാനകത്ത്. എന്തായാലും ഒരു കൊല്ലം ഇരുന്നാലും ഒരു മാറ്റം അതിന് വരില്ല എന്നുള്ളൊരു സാധനം കണ്ടു അതിനകത്ത്.
പിന്നീട് എനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാൻ ഭയമായി. അപ്പം തോന്നുന്നു കുറച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാം എന്നും കൂടി കണക്കാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഫാമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള മരങ്ങളാക്കിയിട്ടുണ്ട്. 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് അവർ വരുമ്പോൾ അവർക്ക് സാധനം കൊടുക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം അത്യാവശ്യം വെണ്ടയ്ക്ക, കുറച്ച് മത്തങ്ങ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കല്ലേ. കുറേശ്ശെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പം എനിക്ക് അത്യാവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇഷ്ടമുള്ള ചില സാധനങ്ങൾ മുരിങ്ങ നിൽക്കുന്നുണ്ട്, അപ്പം മുരിങ്ങയുടെ ഇലയിട്ട് കറി ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു കുക്കിങ്ങും കൃഷിയും ഒക്കെ അങ്ങനെ വന്നതാണ്. കുക്കിങ്ങും കൃഷിയും അഭിനയം ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറേ തിരക്കുള്ള സമയമായിരുന്നു. അപ്പോഴാണ് നമ്മൾ വിളിച്ചിട്ട് കുറച്ച് സമയം നമ്മൾക്ക് ഈ ഒരു സിനിമാ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ചോദിച്ചത്. അപ്പോൾ സന്തോഷത്തോടു കൂടെ വന്നോളാൻ പറഞ്ഞു. ഒരുപാട് വരാൻ പറഞ്ഞു. എൻ്റെ സമയം പോയി കിട്ടില്ല എനിക്കുള്ളതാണ്. അതായത് കൃഷി കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മുഴുവൻ ഈ ടി വിയുടെ മുകളിലാണ്. ടി വി ഓൺ ചെയ്ത് വെക്കും, അതിനിടയ്ക്കാണ് കുക്കിങ്ങൊക്കെ നടക്കുക. അപ്പോൾ ആ സമയത്തിനിടയ്ക്കാണ് ഇപ്പോൾ നിങ്ങൾ വന്നത്. അപ്പോൾ ഇതെനിക്കൊരു നേരം പോക്കായിരിക്കും. ഈ നേരം പോക്ക് എന്തായാലും ഞങ്ങൾക്ക് സുന്ദരിയായൊരു പെൺകുട്ടിയോട് നിന്ന് വർത്താനം പറയാൻ പറ്റിയില്ലോ എന്തായാലും. അതുകൊണ്ട് അങ്ങനെ നേരം പോക്കായി. എനിക്കും ഞങ്ങൾക്കും അതായത് ശരിക്കും ഈ ഒരു നേരം പോക്ക് ഞങ്ങൾക്കും യൂസ്ഫുള്ളായി. ഒരുപാട് സിനിമാ കഥകളും സിനിമ മാത്രമല്ല ഒരുപാട് വിശേഷങ്ങൾ പല പല മേഖലയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പം എന്തായാലും ഈ ഒരു സമയം നമ്മുടെ കൂടെ ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് എപ്പോഴും നമുക്ക് ഇത്രയും വർഷത്തെ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റിയ ഒരാൾ ഇതുപോലെ ഒരാൾ വേറെ ഉണ്ടോയെന്ന് സംശയമാണ്. കാരണം സിനിമാ മേഖലയാണെങ്കിൽ പോലും അത്രയും വർഷത്തെ എന്തൊക്കെ മാറ്റങ്ങളാ. എന്റെ കൂടുതൽ ആൾക്കാരൊക്കെ എപ്പോഴും ബാക്കിയുണ്ട്. എന്റെ മുമ്പിൽ പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നമുക്കിങ്ങനെ തൃശ്ശൂർക്കാർ എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ കയ്യെത്തും ദൂരത്തുള്ളത് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റിയ ആള് രവിയേട്ടനാണല്ലോ. വേറെ ആരും തൃശ്ശൂരില്ലേ? അങ്ങനെയല്ല, അവരൊക്കെ ബിസിയാണ്, അതുകൊണ്ടാ കിട്ടാത്ത. അയ്യോ, നമ്മളിങ്ങനെ സംസാരിക്കാൻ പറ്റിയ ആൾക്കാരെ നോക്കി വിളിക്കുമ്പോൾ സമയം ഇത്രയും തിരക്കിനിടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏറ്റവും ബിസി ആയിട്ടുള്ള ആളാരാ? അതിന് ശേഷമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ബിസി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അത് ഞാൻ ഉണ്ടാക്കുന്ന തിരക്കാ. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഞാൻ ഇതുവരെ വെറുതെ ഇരുന്നിട്ടില്ല. അപ്പൊ ഈ പ്രായത്തിനകത്ത് ഒന്നുകിൽ തീരെ കിടപ്പാവണം, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും സമയം കളയാൻ പറ്റണം. എനിക്കത് പറ്റില്ല. അപ്പം എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം പണി വേണം. അപ്പം ഒരു പണി നാട്ടുകാർ പണി തന്നില്ലെങ്കിൽ എനിക്ക് സ്വന്തം പണി വേറെ ഉണ്ടാക്കാൻ ഞാൻ അല്ല. എനിക്ക് സമയം പോകുമ്പോൾ തന്നെയാണ് എനിക്കിഷ്ടമുള്ള പണിയാണ്. അഭിനയം എനിക്കിഷ്ടമുള്ളതാണ്. അപ്പം സമയം പോകാനൊരു വഴി ഞാൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കിടപ്പാവണം. ഈ കിടപ്പാവണം വരെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അകത്ത്. അപ്പം ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. എപ്പോഴും സന്തോഷമല്ല കേട്ടോ, എപ്പോഴും സന്തോഷമല്ല. എന്നോട് ചോദിച്ച ഒരാളുണ്ട്, എന്തിനാ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന്. അത് ഞാനന്ന് പറഞ്ഞ ആൻസർ ഇപ്പോൾ ഇടയ്ക്കിടയിൽ വരുന്നുണ്ട്. നമ്മൾ മനുഷ്യനാകുമ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, ഓർമ്മകളുണ്ടാവും. നമുക്ക് ഓർമ്മിക്കാൻ പലപ്പോഴും ദുഃഖത്തിൽ ഓർമ്മിക്കാനുള്ള പല സംഗതി എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അത് വരുമ്പോൾ മനസ്സിൻ്റെ അകത്ത് അത് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പണി എന്ന് വെച്ചാൽ കരയാണ്. എനിക്ക് വേറെ എവിടെയും ചെന്നിരുന്ന് കരയാൻ പറ്റില്ല. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റെ ഭാര്യയുടെ പടത്തിൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് കരയാം, ആരും കാണാനില്ല. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആ മനസ്സിൻ്റെ വേദന അങ്ങ് പോയി കിട്ടുമില്ല. അല്ലെങ്കിൽ വിചാരിക്കും എന്താ ചെയ്യുക, ഈ തന്തയ്ക്ക് കുറേശ്ശെ ചിഹ്നനെ ഇളകിയിട്ട് കൊണ്ടിട്ടാ ഇടയ്ക്ക് കരയുണ്ട്, ഇല്ലാണ്ട് വർത്തമാനം പറയുന്നുണ്ടെന്നൊക്കെ തോന്നി. അപ്പം ഇവിടെ നിന്ന് എനിക്ക് എന്ത് രഹസ്യം ചെയ്യാം, എന്തും പറയാം, എന്തും ചിരിക്കുക കാര്യമൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല, സർവ്വ സ്വാതന്ത്ര്യം. ഇനി ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. ഞാൻ എന്ത് വൈൻഡപ്പ് ചെയ്യാൻ വന്നാലും അതിനെ പിടിച്ച് പറയുകയാണ്. അപ്പൊ ഞാൻ ശരിക്കും വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങൾക്ക് പോകാൻ ഒരുപാട് സമയം നമ്മളിങ്ങനെ എനിക്ക് കഞ്ഞി വെക്കണം. അതെ, അപ്പൊ കഞ്ഞി വെക്കാനായിട്ട് നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനിയും ഒരുപാട് സിനിമകൾ, നല്ല നല്ല സിനിമകളിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് ഇനി വീണ്ടും സംസാരിക്കാനായിട്ട് വരാനുള്ള അവസരം തരണം. ഏതായാലും എനിക്കും സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇത്രയും നേരം സന്തോഷമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി മുമ്പിൽ വീട്ടിൽ വർത്താനം പറയാൻ വേണ്ടി സന്തോഷം.